ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എഡിറ്റിംഗ് ബ്രാന്തൻ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്നാൽ വേറെ ഒന്നല്ല, ടൈറ്റിലും തംബ്നെയിലും കണ്ടതുപോലെ തന്നെ നമുക്കെങ്ങനെ പ്രൊഫഷണൽ ഗെയിമിംഗ് ഇൻട്രോ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോക്ക് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഏതെന്ന് വെച്ചാൽ ക്രോം ബ്രൗസറും പിന്നെ നമുക്ക് യൂസ് ചെയ്യുന്ന കൈമാസ്റ്ററും ആണ്. അപ്പോൾ ഗൈസ്, നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കണ്ടേ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിൽ തന്നെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം സെർച്ചിൽ റെൻഡർ ഫോറസ്റ്റ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ റെൻഡർ ഫോറസ്റ്റ് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് വെബ്സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വെബ്സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് താഴോട്ട് പോയാൽ നിങ്ങൾക്ക് ഇവിടെ മോഡലുകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇൻട്രോൻ്റെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ മോഡൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻട്രോൻ്റെ രണ്ടാമത്തെ മോഡൽ സെലക്ട് ചെയ്തു. അതിനുശേഷം ക്രിയേറ്റ് നൗ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ ക്രിയേറ്റ് നൗ ക്ലിക്ക് ചെയ്താൽ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസാണ് കാണുന്നത്. അതിനുശേഷം ഇപ്പോൾ നമുക്ക് അവിടെ യുവർ ലോഗോ ഹിയർ എന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലോഡുമ്പോൾ നെക്കിന് ശേഷം നിങ്ങൾ ലോഗോ ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു PNG ലോഗോ ഒന്നുമല്ല ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിനാൽ എൻ്റെ ഇൻട്രോൻ്റെ ബാക്ക് വശത്ത് ഒരു ബ്ലാക്ക് കളർ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ PNG ലോഗോ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് നമ്മൾ ലോഗോ ഒക്കെ ആഡ് ചെയ്തു. അതിന് ശേഷം നമുക്ക് ടെക്സ്റ്റാണ് ആഡ് ചെയ്യൽ. അപ്പോൾ നിങ്ങൾ ചാനലിൻ്റെ നെയിം ഇതിലൊന്ന് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഗെയിമർന്ന് ടെക്സ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ടും കളറൊക്കെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനൊന്നും സെലക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ ഇതൊരു ഗോൾഡൻ കളറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഏറ്റവും ടോപ്പ് വശത്ത് രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ 4 വീഡിയോസ് കാണാൻ കഴിയുന്നതാണ്. അതിലത്തെ 4ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഗോൾഡൻ കളർ പോകുന്നതാണ്. നമ്മളെല്ലാതും സെറ്റായിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ടോപ്പ് വശത്ത് 4ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഗ്രീൻ കളറിൽ കാണുന്നതാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ വീഡിയോ ഡൗൺലോഡിങ്ങിലാണ്. അപ്പോൾ നമ്മൾ ഡൗൺലോഡിങ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കൈമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതാ ഞാൻ കൈമാസ്റ്റർ ഓപ്പൺ ചെയ്തു. അതിനുശേഷം മീഡിയയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ആ ഇൻട്രോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഇൻട്രോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതവിടെ സൈഡിലായി കാണാൻ കഴിയുന്ന റെൻഡർ ഫോറസ്റ്റ് ഇറങ്ങാണ്ട് അവരുടെ വാട്ടർമാർക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് ആദ്യമായി നമ്മൾ ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം മീഡിയയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതേ ഇൻട്രോ വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാ നമ്മൾ ആ വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുക. നമ്മൾ ആ റെൻഡർ ഫോറസ്റ്റ് കാണാത്ത രീതിയിൽ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇൻട്രോ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്ര സിമ്പിളായി ഇങ്ങനെ നിങ്ങൾക്ക് വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ വരുന്നവരെ ഇറ്റ്സ് മീ എഡിറ്റിംഗ് ബ്രാന്തൻ സൈനിങ് ഔട്ട്.